നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യം കുറവാണോ? കാൽഷ്യം ഗുളികകൾ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നമുക്ക് ഭക്ഷണത്തിലൂടെ കാൽഷ്യം കിട്ടാൻ സഹായിക്കുന്ന, കൂടുതലായിട്ട് ശരീരം വലിച്ചെടുക്കുന്ന ചില ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് യോഗട്ട് അഥവാ തൈരാണ്. തൈര് അല്ലെങ്കിൽ നിങ്ങൾ യോഗട്ട് ദിവസം 1/2 കപ്പ് കഴിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനുമുള്ള കാൽഷ്യം അതിനകത്ത് നിന്ന് കിട്ടും. രണ്ടാമത്തത് നിങ്ങൾ ഇലക്കറികളാണ്. പ്രത്യേകിച്ച് പൊന്നാങ്കണ്ണി ചീര, അകത്തിച്ചീര പോലുള്ളവ ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഇലക്കറികളാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഇലക്കറികൾക്കകത്തും ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തത് ചെറിയ മത്സ്യങ്ങളാണ്. മത്സ്യങ്ങൾ കിട്ടുമെങ്കിൽ കളയരുത്, ചെറിയ മുള്ളോട് കൂടി കഴിക്കുക, ഉയർന്ന അളവിൽ കാൽഷ്യം കിട്ടാൻ സഹായിക്കും. അടുത്തത് എള്ളാണ്. എള്ളുണ്ട, കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ എള്ളുണ്ട നൽകുന്നത് നല്ലതാണെന്ന് പറയില്ലേ? എള്ള് സമൃദ്ധിയായിട്ട് കഴിക്കുക, നല്ലതാണ്. അടുത്തത് റാഗിയാണ്. റാഗി, കൂരക്, മുത്താറി എന്നൊക്കെ വിളിക്കുന്ന ഈ റാഗിക്കകത്ത് ഉയർന്ന അളവിലാണ് കാൽഷ്യം അടങ്ങിയിട്ടുള്ളത്, പതിവായിട്ട് കഴിക്കുക. അടുത്തത് മുതിരയാണ്. മുതിരയ്ക്കകത്ത് നമ്മൾ ഹോട്ട്സ് ഗ്രാം എന്ന് വിളിക്കും, ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ നട്ട്സും സീഡ്സും, പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈന്തപ്പഴം, പലവിധ നട്ട്സിനകത്തും ഉയർന്ന അളവിൽ നിങ്ങൾക്ക് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ കാൽഷ്യം കുറവുള്ള ആൾക്കാർക്ക് എങ്ങനെ ഈ ഭക്ഷണങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഷെയർ ചെയ്ത് കൊടുക്കും.